ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് ടാറ്റഡും മയമ്പു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ചാനൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താ എൻ്റെ ഒച്ചക്കൊരു മാറ്റം പോലെ അല്ലേ? ചെറുതായിട്ടൊന്നും മഴ നനഞ്ഞതാണ്, അതിൻ്റെ പേരിലൊരു ചെറിയൊരു കോൾഡ്. അപ്പോൾ അദ്ദേഹം വൈകിക്കുന്നില്ല. നമുക്ക് കുറച്ച് ഒച്ച കുറവാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല ഇത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം ഒച്ച ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്നാലും നിങ്ങളെ എനിക്ക് ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ റീഡിങ് ഇടാന്ന് വെച്ചു. അപ്പം എപ്പോഴും പറഞ്ഞ പോലെ റീഡിങ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് കറൻറ്റ് തോട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് യുവർ വേർഡ്സ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു പേഴ്സൺ വല്ലാത്ത രീതിയിൽ പണ്ടത്തെ പോലെയുള്ള ഒരു ഹാപ്പിനെസ്, ഒരു പീസ് ഓഫ് മൈൻഡ്, അതുപോലെ തന്നെ ഈ പേഴ്സൺ വിചാരിക്കുകയാണ് എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് മുൻതൂക്കം കൊടുത്ത് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ പോകെ പോകെ ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ എനർജി ഷിഫ്റ്റ് വരികയാണ്. കാരണം എന്ന് പറയുന്നത് പാസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഉപേക്ഷിച്ച ആൾക്കാരെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് ക്ലാരിറ്റി തരാത്ത ഒരു വ്യക്തികളെ നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ റീഡിംഗ് ആണ് കാണുന്നത്, അതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ വളരെയധികം ഹാപ്പിനെസ് വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഹാപ്പിനെസ് വേണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളും വേണം, അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ്സും വേണം. പക്ഷേ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബാലൻസ് ആക്കണം എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. വി ഹാവ് ദി എംപറർ കാർഡ്, ദ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു സത്യത്തിൽ നിന്നും റിയാലിറ്റിയിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലൊരു സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ, ഒരു അഡിക്ഷൻ നിങ്ങളോടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ആഗ്രഹിച്ചതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തൊരു റിലേഷൻ എനിക്കായിട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ബിസിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ പോയാൽ എനിക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, അതാണ് ഈ ഒരു പേഴ്സണൊരു ഹാപ്പിനെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പോയാൽ എന്താ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ പറ്റില്ലേ, അല്ലെങ്കിൽ നിങ്ങളിൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന എനർജി അല്ല, അല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു പേഴ്സൻ്റെ തേർഡ് പാർട്ടി ഉണ്ടാവുമായിരിക്കും, അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ചിലപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ടാകാം, ഒരുപാട് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വരാനുള്ള കാരണം തന്നെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ സിറ്റുവേഷൻ. കുറച്ച് ആൾക്കാർക്ക് അതൊരു കരിയറാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ഒരു സ്റ്റേബിളായിട്ടുള്ള കരിയർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു കരിയർ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കുറ്റപ്പെടുത്തിയ ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം ഡീപ്പ് ലെവലിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു, ബട്ട് അത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു അഡിക്ഷൻ, അട്രാക്ഷൻ, അതുപോലെ തന്നെ ആ ഒരു അട്രാക്ഷനും അഡിക്ഷനും വെച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഒരു റിയാലിറ്റി ഈ ഒരു വ്യക്തി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഈ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് എൻഡപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ പോകാൻ പറ്റും എന്നുള്ള റിയാലിറ്റി ആ ഒരു പേഴ്സൺ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എവിടെയൊക്കെയോ ഒരു പോയിന്റിൽ എനർജിയുമായിട്ട് ആ ഒരു പേഴ്സൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു റിയാലിറ്റിയിൽ നിന്നും എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ആ പേഴ്സൺ അറിയാം ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പേഴ്സൻ്റെ അടുക്ക തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ആ ഒരു പേഴ്സൻ്റെ അടുക്കുണ്ട്. പക്ഷെ ഒരിക്കലും അത് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിലാക്കാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ ആറ്റിറ്റ്യൂഡ് വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ എനിക്കും വെച്ച് നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു പേഴ്സൻ്റെ ഒരു മനഃപൂർവ്വം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ മനഃപൂർവ്വം ഒരു റിയാലിറ്റിയിൽ നിന്നും ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി. നമുക്കിവിടെ 8 ഓഫ് വോൺസ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, എംപ്രസ് കാർഡ് ഉണ്ട്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് നിങ്ങൾ വരികയാണെങ്കിൽ വീണ്ടും കപ്പ് ഓഫ് ലവ് ഒക്കെ ഓഫർ ചെയ്ത് ഞാൻ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചൂടെ, അല്ലെങ്കിൽ മറ്റൊക്കെ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളെന്താണ് ഒരു വളരെയധികം നിങ്ങളെന്തോ ഒരു ഉറപ്പിച്ച് തീരുമാനിച്ച പോലുള്ള ഒരു എനർജി ആയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പണ്ടത്തെ നിങ്ങളല്ല, നിങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ കാണിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇവിടെ വീണ്ടും അഡിക്ഷൻ കാർഡാണ് നമുക്ക് കാണിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഓർമ്മകളിൽ അഡിക്ഷൻ വരികയാണ്. ഓർമ്മകളിൽ അഡിക്ഷൻ ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു പേഴ്സൺ ഒരു ബൂമറാങ് പോലെ, ഒരു മാഗ്നറ്റ് പോലെ നിങ്ങളുടെ ഓർമ്മകൾ വരും. കാരണം നിങ്ങൾ അത്രയും കെയർ ചെയ്തൊരു പേഴ്സണാണ്. നിങ്ങൾ അത്രയേറെ ഈ ഒരു പേഴ്സൺ ഒരു മദർലി ഫീൽ എന്ന് പറഞ്ഞാൽ അമ്മയാവുക അങ്ങനെയുള്ള രീതിയിലല്ല. ആ ഒരു പേഴ്സൻ്റെ അമ്മയാകുക എന്നല്ല, ആ ഒരു അമ്മ കഴിഞ്ഞാലുള്ള ഒരു സ്ഥാനം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അതിന് നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ എനർജി ഒരിക്കലും ഇങ്ങോട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കുറച്ച് ആൾക്കാരുടെ ലാഗ് കാണിക്കുന്നുണ്ട്. അത് ആ ഒരു പേഴ്സൺ അത്രയും മിസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു എനർജിയാണ് ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്ത ഒരു കെയർ, അതുപോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ്, അതൊക്കെ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്. We have the world card, okay, the 3 of Pentacle, the 6 of Sword, okay. ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം ചുറ്റപ്പെട്ട് നിൽക്കുമെങ്കിലും ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ക്വാളിറ്റീനെക്കാട്ടിയും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു കാര്യത്തിനും ഒരു കീ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പേഴ്സൻ്റെ മൈൻഡിലുണ്ട്, മനസ്സിലുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. ബട്ട് എന്തുകൊണ്ടും ആ ഒരു പേഴ്സണ് ഒരു നിങ്ങളോടൊരു ക്ലാരിറ്റി തരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതെന്തുകൊണ്ടാണെന്ന് പലപ്പോഴും പലർക്കും ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. പക്ഷേ പോകെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് വീണ്ടും ഒരു തുടക്കം ഉണ്ടാവും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ആ ഒരു പേഴ്സൺ എന്താണ് ആ ഒരു മെമ്മറീസ് ഹോൾഡ് ചെയ്യാൻ വെക്കുകയാണ്. അതായത് ഇവിടെ ഒരുപാട് മെമ്മറീസ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടാവാം. നിങ്ങൾ അല്ലെങ്കിൽ അബ്രോഡ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അബ്രോഡ്, അല്ലെങ്കിൽ 2 പേര് അബ്രോഡ് പക്ഷെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ചിലവരെന്ന് പറയുന്നത് നാട്ടിലാണെങ്കിൽ പോലും ഒരുപാട് നാളായി കണ്ട് ഒന്ന് മിണ്ടിയിട്ടൊക്കെ കുറേ നാളായി എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പേഴ്സൺ ബ്ലോക്കായിട്ടുള്ള, കുറച്ച് ചുറ്റും ഒരുപാട് ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു എനർജി കുറയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ നമുക്ക് ദ ഹെർമിറ്റ് കാർഡാണ് ബോട്ടം ഓഫിൻ്റെ കിട്ടിയത്. അതായത് റിയാലിറ്റി എന്താണെന്ന് വ്യക്തിക്ക് അറിയാം, പക്ഷെ ആ ഒരു റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിയാലിറ്റിക്ക് അനുസരിച്ച് വ്യക്തിയുടെ എനർജിക്ക് പോകാൻ പറ്റുന്നില്ല. അതൊരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഒബ്വിയസ്ലി അത് പേഴ്സണി നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള 2 സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. ചിലർക്ക് 2 സാഹചര്യമുണ്ട്. കാരണം ഒബ്വിയസ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള സമയത്ത് ആദ്യമൊക്കെ പേഴ്സൺ നിങ്ങളിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടേതാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റൊക്കെ തന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ പരിഗണിക്കുകയും പോലും ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വിഷമം അതുപോലെയൊക്കെ തോന്നിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ സമയത്തും ആ ഒരു പേഴ്സൺ അത്രത്തോളം കാര്യമാക്കി എടുത്തിട്ടൊന്നുമില്ല. കാരണം പ്രയോറിറ്റി എപ്പോഴും പലപ്പോഴും പലരെയും സംബന്ധിച്ച് ആ ഒരു പേഴ്സണ് തന്നെ ആയിരിക്കാം. ആ ഒരു പേഴ്സണ് എന്ത് അല്ലെങ്കിൽ ഇമോഷണലി ഗെയിൻ ചെയ്യും, എല്ലാവരുടെയും അല്ല, കുറച്ച് പേരുടേത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ എനർജി റീഡിങ്ങിൽ പറയാമെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കുറച്ച് ബ്രേക്ക് വേണം, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കണം. ഒരിക്കലും ഒരാളുടെ ഓപ്ഷനായിട്ട് മാറാനോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ഇൻ ആൻഡ് ഓഫ് കൈൻഡ് ഓഫ് എനർജിയിലേക്ക് നിൽക്കാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയും ഫെഡപ്പ് ആയിട്ടുള്ള എനർജി, ഒരു ഹേർട്ട് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു പെയിൻ സഫർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ ഒരാൾക്ക് പരിഗണന കൊടുക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഹേർട്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കുറച്ച് അവരും പഠിക്കട്ടെ അല്ലെങ്കിൽ വില മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് വാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ മൂവ് ഓൺ ചെയ്തു, സിറ്റുവേഷൻ ആക്സെപ്റ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു ഹോപ്പില്ല, അല്ലെങ്കിൽ ഇത് എത്ര പോയാലും അല്ലെങ്കിൽ എത്ര ഒരു ബുക്ക് വീണ്ടും വീണ്ടും വായിച്ചാലും അതിലെ കഥ ഒന്ന് തന്നെയല്ലേ, മാറാനൊന്നും പോകുന്നില്ലല്ലോ. ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ
ഇത് വന്നാലും പോയാലും എത്രത്തോളം പോകും നമുക്കറിയാം. അതുപോലെ ഈ ഒരു പേഴ്സൺ മാറാനൊന്നും പോകുന്നില്ല എന്നുള്ള കൈൻഡിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണോ എനിക്ക് ഡിസേർവ് ചെയ്തത് അത് വരും, അത്ര വരെ വെയിറ്റ് ചെയ്യാം. അല്ലാതെ ഇനി ഞാൻ ഒന്നിന് പുറകെ അങ്ങോട്ട് ബെഗ് ചെയ്ത് പോകുന്നില്ല. അല്ലെങ്കിൽ അത്രത്തോളം ഇവിടെ എനിക്ക് ഒരു സിറ്റുവേഷനിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത സമയത്ത് അത്രത്തോളം പെയിൻഫുള്ളാണ് നിങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ വീണ്ടും വീണ്ടും ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴൊരു ന്യൂ എനർജീനേക്കാൾ കൂടുതൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ എനർജിയുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്നെങ്കിൽ തന്നെ ഇരിക്കട്ടെ, കല്യാണം കഴിയാത്തവരാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഒരു ഡൗട്ട്ഫുൾനെസ് ആണ്. കാരണം പാസ്റ്റിൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണും വീണ്ടും ഇതേപോലെ ചെയ്യോ ഇല്ലയോ എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡബിൾ മൈൻഡ്, അതായത് ഈ ഒരു പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ എന്താണ് അഥവാ ഒരു സപ്പോസ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ നിങ്ങൾ വിചാരിക്കുക നിങ്ങളിപ്പം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. കുറച്ചാൾ ഒരു വ്യക്തിയെ ഓർക്കുന്നുണ്ട്, അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട് ആ ഒരു മൊമെൻറ്റിൽ. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഓക്കെ ആണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം വാട്ട് യു എക്സ്പെക്ട് ദിസ് പേഴ്സൺ ഓർ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാർ ഹീലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. മുന്നേ ആ ഒരു പേഴ്സൻ്റെ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചത് ആ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ചു വരവ് പ്രാർത്ഥിക്കുന്നവരില്ല എന്നൊന്നും പറയുന്നില്ല, അതുണ്ട്. ബട്ട് സ്റ്റിൽ ഏറെക്കുറെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അത് ഒബ്വിയസ്ലി ഒരു ദിവസം കൊണ്ട് നേടിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ അതിലൂടെ അല്ലെങ്കിൽ സഞ്ചരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ്സാണ്. ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ നമുക്കൊരു ബ്ലെസ്സിങ്സാണ്, ഒരു പാഠമാണ് എന്ന് പറയാറില്ലേ. ചിലരൊക്കെ സംബന്ധിച്ച് എൻ്റെപ്പായി പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു കാർമിക് റിലേഷൻഷിപ്പാണ്, എൻ്റെപ്പായി പോയി. അങ്ങനെയാണെങ്കിൽ അതൊരു പാഠമാണ്, അത് നിങ്ങളെ കൂടുതൽ സ്ട്രെങ്ത്താണ് ആക്കിയത് എന്നുള്ള രീതിയിലാണ്. കുറേ ആൾക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, ഇത് സോൾമേറ്റ് കൈൻഡ് ഓഫ് എനർജി പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. വാട്ട് ദേ എക്സ്പെക്ട് ഫ്രം യു. വി ഹാവ് ദ കിങ് ഓഫ് സോർഡ്. ഓക്കെ, ദ 4 ഓഫ് കപ്സ്. തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ കുറേ ആൾക്കാരുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പേഴ്സൺ ഓപ്ഷൻസും ഉണ്ട്, ഓപ്ഷൻസിൻ്റെ അല്ലെങ്കിൽ അതും നോക്കി നിൽക്കുന്നുണ്ട്, ഒപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുമുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ദ കിങ് ഓഫ് സോർഡ് ഇറ്റ്സെൽഫ് ഈസ് സെയിങ് ദ ലൈക്ക് എന്താണ്, ഒരാക്ഷൻ എടുക്കാതെ അവരായിട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയാണ്. കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കരിയറാണ്. ഓക്കെ, കരിയർ, ജോബ്, എൻ്റെ ഗ്രോത്ത്, എൻ്റെ സെൽഫ് ഗ്രോത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലും നിങ്ങൾ ഓർക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് എനർജി ഇല്ല, ബട്ട് സ്ട്രെങ്ത് എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാക്കി നിൽക്കുന്നവർ എൻ്റെ കൂടെ നിന്നാൽ മതി കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ രണ്ടുപേരുടെ എനർജിയും ഏകദേശം എന്താണ് ഈക്വലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് ഈ ഒരു പേഴ്സണിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Knight of Pentacles. Okay, the 2 of Pentacles, the Ace of Wands, the Wheel of Fortune. Okay, കുറേ ആൾക്കാർക്ക് ഒരു ഹോപ്പ് ഉണ്ട്. അതായത് ഹോപ്പ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു മാറ്റം ഉണ്ടാവട്ടെ, അല്ലാതെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് കൈൻഡ് ഓഫ് എനർജിയൊക്കെ മാറിയിട്ട് എത്രത്തോളമാണ് നമുക്ക് ഒരാളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വളരെ ഇമോഷണലി ഡള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ വരികയും നിങ്ങൾക്ക് അത്യാവശ്യം കെയറും അതുപോലെ തന്നെ സ്നേഹമൊക്കെ തന്നിട്ട് പെട്ടെന്ന് ഒരു ക്ലിയറൊന്നും ഇല്ലാതെ പോവുക, അല്ലെങ്കിൽ ബിസിയാന്ന് പറയുക, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ടതെന്ന് പറയുന്നത് എന്ത് തന്നെ വന്നാലും ഒരു നല്ല ടൈമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും യൂണിവേഴ്സലിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു ടൈം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ ദ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടാവാം. അതുപോലെ തന്നെ 111111111 അതുപോലെ തന്നെ 41 ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ടാകും. അതൊക്കെ ഗൈഡൻസ് ആയിട്ട് എടുക്കുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നും നല്ലൊരു കാര്യം വരും, നല്ലൊരു കാലം വരുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അതായത് ഒരിക്കലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു കൺഫ്യൂഷനാക്കി മാറ്റുക, അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള സിറ്റുവേഷനിലേക്ക് വീണ്ടും മാറ്റുക, ഈ ഒരു പേഴ്സണിനെ വേണോ വേണ്ടയോ എന്നുള്ള സിറ്റുവേഷനിലാക്കുക, എന്നിട്ട് ഇട്ടേച്ച് പോവുക. ആ ഒരു രീതിയിൽ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ആവശ്യം. അതായത് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് ഈ സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റിയാണ് ഈ ഒരു ടൈം വേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ജസ്റ്റിസ് കിട്ടും എന്നുള്ള രീതിയിൽ വിശ്വസിക്കണം. നമുക്ക് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ടാരറ്റ് ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ലോട്ട് ഓഫ് ഗൈഡൻസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. വി ഹാവ് ദ 5 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ ഡിയർ, അപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് ഇസൽഫ് ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് നിങ്ങളും വളരെയധികം ഇമോഷണലി മെൻ്റലി ബ്രേക്ക് ഡൗണിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുന്നിടയ്ക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ആറ്റ മനസ്സിലാക്കിയിട്ടില്ല, ഒരു സമയം ഞാൻ നല്ലോണം കെയർ കൊടുത്തു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് നമ്മുടെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്യുവർ സോളാണ് അല്ലേ. അതുകൊണ്ട് എന്താണ്, നമ്മൾ അതേപോലെ അല്ലെങ്കിൽ അതേ സ്നേഹം, അല്ലെങ്കിൽ ഒന്നും കളങ്കമില്ലാതെ ആ ഒരു സ്നേഹം അവരുടെ മുന്നിൽ കൊടുത്തു. അത് പറ്റിക്കുക എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന സാഹചര്യത്തിൽ വീണ്ടും നിങ്ങളൊരു ട്രാപ്പിൽ അകപ്പെടരുത്. അതായത് ഇമോഷണൽ ട്രാപ്പ്, ആ ഒരു പേഴ്സൻ്റെ എനർജിയെ നിങ്ങൾ വീണ്ടും ചേസ് ചെയ്യാൻ ശ്രമിക്കരുത്. പകരം എന്താണ്, ഒരു റിയലൈസേഷൻ പീരീഡാണ്. അതിനെന്താണ്, ചില സത്യങ്ങൾ, ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ടൈമാണ്. അത് നിങ്ങൾക്കുമാണ് ആ ഒരു പേഴ്സണുമാണ്. നിങ്ങളുടെ വില മനസ്സിലാക്കാനും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ടൈം പീരീഡാണ്. അവിടെ എന്താണ്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിങ്സോ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾ ഇതിനു മുന്നേയും പല സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. അതിലൊക്കെ അല്ലെങ്കിൽ അത്രത്തോളമൊന്നും വരില്ലല്ലോ ഈ ഒരു സിറ്റുവേഷനും ഈ ഒരു അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ടുള്ള മൈൻഡും ഒന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഓവർകം ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു ചേസിങ് അങ്ങോട്ട് ചെയ്യരുത്, നേരെ മറിച്ച് ആ ഒരു പേഴ്സൺ ഇങ്ങോട്ട് ചേസർ ആവട്ടെ എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് ഇറ്റ് വിൽ കം ടു യു. നിങ്ങളുടേതാണെങ്കിൽ എത്ര മൈൽ താണ്ടിയിട്ടാണെങ്കിലും അത് നിങ്ങളെ തന്നെ തേടി വരും. അത് എത്ര തന്നെ, അല്ലെങ്കിൽ അതാരും തന്നെ നിങ്ങളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാലും അതങ്ങനെയാണ്. അത് യൂണിവേഴ്സൽ ട്രൂത്താണല്ലേ. ആ ഒരു സത്യം നമ്മളെപ്പോഴും ആക്സെപ്റ്റ് ആണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ്. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.